സനൂപ് തിരുവനന്തപുരത്ത് എവിടെയാണ് നിൽക്കുന്നത്? എങ്ങനെയാണ് തലസ്ഥാന നഗരിയിലെ ആഘോഷം? അതിനു മുൻപ് 2026 സനൂപും വരവേൽക്കുകയാണോ? എന്താണ് സനൂപെ പുതിയ തീരുമാനങ്ങളൊക്കെ? അജി, എനിക്ക് പ്രത്യേകിച്ച് തീരുമാനങ്ങളൊന്നുമില്ല. നമുക്ക് ആദ്യം മലയാളികളുടെ തീരുമാനങ്ങൾ എന്തൊക്കെയാണെന്നൊന്ന് അറിഞ്ഞു വരാം. ഞാൻ ഇപ്പോൾ നിൽക്കുന്നത് തിരുവനന്തപുരത്തെ കോവളം ബീച്ചിലാണ്. ഇവിടെ വിദേശികളും സ്വദേശികളും ഒരുമിച്ച് ആഘോഷിക്കുന്ന പുതുവത്സരത്തെ വരവേൽക്കുന്ന കാഴ്ചകളാണ് നമുക്ക് എല്ലാ വർഷവും കാണാൻ കഴിയുന്നത്. ഇപ്രാവശ്യവും സമാനമായിട്ട് വലിയ രീതിയിൽ ആളുകൾ എത്തിത്തുടങ്ങിയിട്ടുണ്ട് കോവളം ബീച്ചിലേക്ക്. നമുക്കറിയാം, ബീച്ചാണ്, അതുകൊണ്ട് തന്നെ വെള്ളം കാണുമ്പോൾ തന്നെ മലയാളി എല്ലാം കൂടെ എടുത്ത് ചാടുന്ന കാഴ്ചയാണ് കാണുന്നത്. എല്ലാവരും തിരയിൽ കളിച്ചുകൊണ്ടിരിക്കുന്ന, ആഘോഷപൂർവ്വം ആഘോഷിച്ചുകൊണ്ടിരിക്കുന്ന സമയമാണ്. 2025 ദുഃഖങ്ങളും കോട്ടങ്ങളും ഒക്കെ മറന്നുകൊണ്ട് ഈ 2026 എന്ന പുതുവർഷത്തിൽ ഒരുപാട് പുതിയ സ്വപ്നങ്ങളും പുതിയ പ്രതീക്ഷകളുമായിട്ടൊക്കെ തന്നെയാണ് എല്ലാവരും ആഘോഷിക്കാൻ വേണ്ടി ഇറങ്ങിയിട്ടുള്ളത്. നല്ലൊരു വർഷം ഇത്തവണയും ഉണ്ടാവട്ടെ എന്ന് കരുതിയിട്ട് തന്നെയാണ് എല്ലാവരും ഇവിടെ ആഘോഷിക്കാൻ വേണ്ടി എത്തിയിട്ടുള്ളത്. കൊച്ചുകുട്ടികളുണ്ട്, അതുപോലെ മുതിർന്നവരുണ്ട്, വൃദ്ധരുണ്ട്, വിദേശികളുണ്ട്, പല രാജ്യത്തു നിന്നായിട്ട് വന്നവരുണ്ട്. അങ്ങനെ ഒരുപാട് പേർ ഒരുമിച്ച് ആഘോഷിക്കുന്ന ഒരു സ്ഥലം കൂടിയാണ് തിരുവനന്തപുരത്തെ ഈ കോവളം ബീച്ച് എന്ന് പറയുന്നത്. അവിടെ ഈ സംസ്ഥാന ടൂറിസം വകുപ്പ് വ്യത്യസ്തമായിട്ടുള്ള പരിപാടികളുമൊക്കെ തന്നെ സംഘടിപ്പിച്ചിട്ടുണ്ട്. 6 മണിക്ക് ശിങ്കാരിമേളവും തെയ്യവും ഒക്കെ തന്നെ ഇവിടെ അരങ്ങേറും. അതിനോടൊപ്പം തന്നെ നോർമലി വലിയൊരു ബീച്ചാണ്, അതുകൊണ്ട് തന്നെ ഒരുപാട് പേർക്ക് തിങ്ങി നിറഞ്ഞുകൊണ്ട് ആഘോഷം മറ്റുമൊക്കെ നടത്താൻ വേണ്ട എല്ലാ സജ്ജീകരണങ്ങളും ഈ ബീച്ചിലുണ്ട്. ഇപ്പോൾ ഇവിടെ എത്തിയിട്ടുള്ള എല്ലാവരും തന്നെ കൂടുതലായിട്ടും ഈ ബീച്ച് കേന്ദ്രീകരിച്ച് കളിക്കാനുള്ള ഒരു പരിപാടിക്കാണ്. ഇപ്പോൾ നമുക്കിപ്പം ആൾക്കാരൊക്കെ ചോദിക്കുക, എങ്ങനെയാണ് ഈ പുതുവത്സരത്തെ കാണുന്നത്? എന്തെങ്കിലും പുതിയ പ്രതീക്ഷകളും കാര്യങ്ങളൊക്കെ ഉണ്ടോ? പ്ലാനൊക്കെ ഉണ്ടോ? ഉണ്ട്. എന്താണ് പ്ലാൻ? മടിക്കാതെ പറഞ്ഞോളൂ. ഇല്ല, നല്ല കൊച്ചു കുട്ടികളൊക്കെ ഉണ്ട്, നമുക്ക് അവരോടും കൂടെ ഒക്കെ ഒന്ന് ചോദിച്ചു നോക്കാം, എന്താണ് ന്യൂ ഇയറിന്റെ പ്ലാന്? പ്രത്യേകിച്ച് അങ്ങനെയൊന്നുമില്ല. എന്നാലും ഒരു ഐഡിയ എന്തെങ്കിലും ഉണ്ടോ? ഈ വർഷം എങ്ങനെ പോകണം, എന്തൊക്കെ പുതുതായിട്ട് ചെയ്യണമെന്നൊക്കെ? ഒന്നുമില്ല. വളരെ നാണത്തോടെ പോവുകയാണ്. ഇപ്പോൾ ഒരാൾ ഇവിടെ മണ്ണ് വാരി കളിക്കുന്നുണ്ട്, പുള്ളി മലയാളി തന്നെയാണ്. മോനെ, എന്താണ് ഈ ന്യൂ ഇയറിലെ മോന്റെ പുതിയ പരിപാടികളൊക്കെ? പരിപാടിയൊന്നുമില്ല. ഹാപ്പി ന്യൂ ഇയർ. ഹാപ്പി ന്യൂ ഇയർ ആണ്. ഹാപ്പി ന്യൂ ഇയർ ആണ്. ഈ 2025 എങ്ങനെ ഉണ്ടായിരുന്നു ഈ വർഷം? കൊള്ളാം, കുഴപ്പമില്ല. സന്തോഷമായിരുന്നു. കൂട്ടുകാരന്മാരുടെ ലാസ്റ്റ് വർഷം. ഇനിയും അടുത്ത് 10 ആയതുകൊണ്ട് തീരുമല്ല, അതുകൊണ്ട് ഇനി അടുത്ത വർഷമുള്ളൂ. അപ്പൊ അങ്ങനെ പലർക്കും പല ആഗ്രഹങ്ങളും കാര്യങ്ങളൊക്കെ തന്നെ ഉണ്ട് ഈ വർഷം എങ്ങനെ പോകണം എന്നുള്ള കാര്യം. കോവളത്തെ ആഘോഷത്തെ പറ്റി പറയുകയാണെങ്കിൽ വിപുലമായിട്ടുള്ള ആഘോഷങ്ങളൊക്കെ തന്നെ ഒരുക്കിയിട്ടുണ്ട്. തിരുവനന്തപുരത്ത് കോവളത്ത് മാത്രമല്ല, തിരുവനന്തപുരത്തെ ശംഖുമുഖം ബീച്ച്, അതുപോലെ തന്നെ മറ്റേ തുമ്പയിലും വേളിയിലുമൊക്കെ ഒരുപാട് ആഘോഷ പരിപാടികളാണ് അജി ഒരുക്കിയിട്ടുള്ളത്. അതുപോലെ ക്രാഫ്റ്റ് വില്ലേജ് തുടങ്ങിയ സ്ഥലത്തൊക്കെ തന്നെ ഒരുക്കിയിട്ടുണ്ട്. ശംഖുമുഖത്താണെങ്കിൽ DJ പാർട്ടിയും ഒക്കെ തന്നെ നടത്താൻ വേണ്ടിയാണ് തീരുമാനിച്ചിട്ടുള്ളത്. ഈ തലസ്ഥാനത്തെ ഒട്ടുമിക്ക വലിയ ഹോട്ടലുകളെല്ലാം തന്നെ DJ പാർട്ടികളും മറ്റുമൊക്കെ ഒരുക്കിയിട്ടുമുണ്ട്. അപ്പോൾ അതൊക്കെ തന്നെ ഈ പറയുന്ന ഈ ആഘോഷത്തിന്റെ ഭാഗമായിട്ട് അതിരുവിടാതെ പോകേണ്ടതുണ്ട്. അപ്പോൾ അതിനുവേണ്ടി വലിയ സുരക്ഷാ സന്നാഹങ്ങൾ ഈ കോവളത്തടക്കം ഒരുക്കിയിട്ടുണ്ട്. നമുക്ക് ആ ദൃശ്യങ്ങളിൽ കാണുന്നതാണ്. കോവളത്ത് മാത്രമായിട്ട് ഈ ഭാഗത്തെ സുരക്ഷയും മറ്റുമൊക്കെ കേന്ദ്രീകരിക്കുന്ന വേണ്ടി പോലീസ് കൺട്രോൾ റൂമും മറ്റുമൊക്കെ സ്ഥാപിച്ചിട്ടുണ്ട്. അവിടെ നിന്നുകൊണ്ടാണ് മുഴുവൻ കാര്യങ്ങളും വീഡിയോ അടക്കം ചിത്രീകരിച്ചുകൊണ്ടാണ് പോലീസ് സുരക്ഷ ഒരുക്കിയിട്ടുള്ളത്. 1200 പോലീസുകാരെയാണ് ജില്ലയിലെ വിവിധ ഭാഗങ്ങളിലായിട്ട് ഈ സുരക്ഷയുടെ ഭാഗമായിട്ട് ഒരുക്കിയിട്ടുള്ളത്. ഇപ്പോൾ നമ്മൾ ദൃശ്യങ്ങളിൽ കാണുന്ന പോലെ അത് പോലീസിന്റെ കൺട്രോൾ റൂമാണ്. വളരെ വിപുലമായിട്ടുള്ള ഒരു പ്രശ്നങ്ങളും ഉണ്ടാകാതിരിക്കാൻ വേണ്ടി പഴുതടച്ചിട്ടുള്ള ഒരു സുരക്ഷ തന്നെയാണ് ഇവിടെ ഒരുക്കിയിട്ടുള്ളത്. അവിടെ നമുക്ക് ദൃശ്യങ്ങളിൽ കാണുന്ന പോലെ കുട്ടികളൊക്കെ ഇരുന്ന് കളിക്കുന്നുണ്ട്. രാത്രി വൈകി ഇവരൊക്കെ തന്നെ ഇവിടെ കളിക്കും. ഇവർക്ക് എല്ലാവർക്കും വേണ്ട സുരക്ഷയും മറ്റുമൊക്കെ ഒരുക്കേണ്ടതുണ്ട്. നമുക്ക് ചോദിച്ചു നോക്കാം, എങ്ങനെയുണ്ട് ന്യൂ ഇയർ ഒക്കെ? തമിഴ്നാട്ടിൽ നിന്ന് വന്നിരിക്കും. എങ്ങനെയുണ്ട് കേരളത്തിലെ ആഘോഷമൊക്കെ? நல்லா இருக்கு. It's going good. ഈ ന്യൂ ഇയർ ആഘോഷിക്കാൻ വേണ്ടി മാത്രമായിട്ട് വന്നതാണോ? ഇല്ല, like we are staying. This is my sister. Like they have come from Tamil Nadu. Sister, do you have any plan in this 2026? As of now, no plan. No plan. Enjoying the beach. How was the 2025 for you? It was nice. It was quite good. അധികം ആരും 2025 കുറ്റമൊന്നും പറയുന്നില്ല. 2025 അത്യാവശ്യം നല്ല വർഷമാണെന്നാണ് നമ്മൾ ചോദിച്ച ഒട്ടുമിക്ക എല്ലാവരും പറഞ്ഞത്. പുതിയ ഫ്രണ്ട്സിനെ കിട്ടി, പിന്നെ ചിലർക്ക് ഫ്രണ്ട്സിനെയൊക്കെ മിസ്സാകും 2026 ആകുമ്പോൾ എന്നൊക്കെ പറയുന്നുണ്ട്. എന്നാൽ പോലും 2025 അങ്ങനെ കുറ്റം പറയാത്തവരെ നമുക്ക് എന്തായാലും കാണാൻ പറ്റി ഈ കോവളം ബീച്ചിൽ.